super duper people, how are you? കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്, ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട്. വേറൊന്നും കണ്ടല്ല, പ്യുവർ മടിയാണെന്ന് വെച്ചാൽ മടിയാണെന്ന് പറയാൻ പറ്റില്ല. കുറേ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ പെട്ടെന്ന് വീഡിയോ എടുക്കാനുണ്ടായ പ്രചോദനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ക്രാബ് കൊണ്ടുവന്നു. നമ്മുടെ ഞണ്ട് കൊണ്ടുവന്നു. ക്രാബിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മുടെ ക്രാബ് സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ദ തിങ് ഇസ് ലൈക്ക്, ചെന്നൈയിൽ പോയപ്പോഴും ഐ യൂസ് ടു ഹാവ് എ ലോട്ട് ഓഫ് ക്രാബ്. അവിടെ സീ ഫുഡ് അവൈലബിൾ ആണ്. ഓഫ് കോഴ്സ് ബീച്ച് സൈഡ് ആയതുകൊണ്ട് സീ ഫുഡ് അവൈലബിൾ ആണ്. കോസ്റ്റ്ലി ആണെങ്കിലും, ചെന്നൈയിൽ കോസ്റ്റ്ലി ആണെങ്കിലും ക്രാബ് കിട്ടുമായിരുന്നു. ബട്ട് ദിസ് പെർട്ടിക്കുലർ റെസിപ്പിയിലെ ക്രാബ് നമുക്കവിടെ കടയിലൊന്നും അങ്ങനെ വാങ്ങാൻ കിട്ടില്ല. ഓഫ് കോഴ്സ് ഇറ്റ്സ് ലൈക്ക് ട്രിവാൻഡ്രം റെസിപ്പിയാണ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് സൂപ്പർ ഈസി, സൂപ്പർ സിമ്പിൾ ആൻഡ് സൂപ്പർ യമ്മി ആൻഡ് സൂപ്പർ ടേസ്റ്റി. ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് ക്രാബ് എനി അതർ വേ. എനിവേ, I thought I'll share this with you guys and some of my crab related memories. So first നമുക്ക് പോയിട്ട് ക്രാബ് ഉണ്ടാക്കിയിട്ട് വരാം. ഉണ്ടാക്കിയാലല്ലേ നമുക്ക് മെമ്മറീസ് പറയാൻ പറ്റും. സോ നിങ്ങൾ പോയിട്ട് ക്രാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മുടെ ക്രാബ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രാബ് വന്നിരിക്കുന്നത് ഈ കൊലത്തിലാണ് കേട്ടോ. ആക്ച്വലി ഐ ഗോട്ട് ഇറ്റ് ഫോർ ലൈക്ക് 100 rupees. 100 rupeesന് നല്ലൊരു എമൗണ്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മളതിനെ കുറച്ച് ടർമറിക്ക് ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട്. ബിക്കോസ് വി ഡോണ്ട് നോ വെയർ ഇറ്റ് കെയിം ഫ്രം. സോ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഇത് തന്നെയാണ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേവിച്ച ക്രാബ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി. എൻ്റെ സൈഡിലുള്ള കൂർത്ത പാർട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴേക്കും ഇറ്റ് വിൽ ഹേർട്ട് അവർ മൗത്ത്. സോ വി കട്ട് ഇറ്റ് ഓഫ്. ഈ ഒരു പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ മീറ്റ് ഉള്ളത്. അപ്പം ഇത് കണ്ടോ, യെല്ലോ കളറിൽ നല്ല രസമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഓൾറെഡി. വളരെ കുറച്ച് സമയം മതി, ലൈക്ക് 2 or 3 minutes മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ മീൻകറിയിലും തേങ്ങ ഉണ്ടാവുമല്ലോ. അപ്പോൾ തേങ്ങയിൽ അരയ്ക്കാനുള്ള സാധനങ്ങൾ വേണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ജസ്റ്റ് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ലൈക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി ആൻഡ് പുളി, പിന്നെ നമ്മുടെ തേങ്ങ. ഇത്രയും നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവാള അരിഞ്ഞത് ആൻഡ് ഗ്രീൻ ചില്ലി, ഇത്ര എടുത്തിട്ടുള്ളൂ. ചൂടാക്കിയ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ വെച്ചു. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കാറുള്ളൂ. എണ്ണ കൂടുതൽ വേണം എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. നമ്മുടെ സവാളയും നമ്മുടെ പച്ചമുളകും മാത്രം ഇടുക. ഇതിൽ ഇഞ്ചിയൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ റെസിപ്പി അതുപോലെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല. ദിസ് ഇസ് ദ എക്സാക്ട് റെസിപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഗ്രാൻഡ് മയുടെ റെസിപ്പിയാണ്. നമ്മുടെ ഉള്ളി ഒന്ന് വരണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഞണ്ട് അതിനകത്തേക്ക് ഇടാം. ഇറ്റ്സ് ഓൾറെഡി കുക്ക്ഡ്. ഓക്കെ, അത് വെച്ചിട്ട് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ കോക്കനട്ട് മിക്സ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ ചെറിയ ഉള്ളി, കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് സെപ്പറേറ്റാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നമ്മളത്, പിന്നെ പുളി ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. വളരെ കുറച്ച് പുളിയെ നമ്മളിതിൽ ആഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ സാധാരണ മീൻ കറിയിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ വലിയ പുളിയൊന്നും ആഡ് ചെയ്യണ്ട, വളരെ കുറച്ച് മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്തു ബിക്കോസ് ലൈക്ക് ഇതിൻ്റെ ചാറ് ആണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ നിറയെ ചാറ് കിട്ടാൻ വേണ്ടി നിറയെ ചാറ് ആഡ് ചെയ്തിട്ടുണ്ട്, വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ എടുക്കും. ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ട് അത് ഒന്ന് മാറ്റി വെക്കുക. നേരത്തെ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ആ ചാറിൽ ഇറങ്ങണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. നാളത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മീൻകറിയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്തു ആൻഡ് ഞാൻ കൊണ്ടുപോയിട്ട് അടച്ചു വെച്ചു. ഇനി കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കുക. നമ്മുടെ ക്രാബ് റെഡി ആയിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ക്രാബ് ഇസ് റെഡി. ഇത് കഴിച്ചാൽ മാത്രം മതി. Follow me to infinity, your heart set us free.
ഇതാണ് എൻ്റെ കോംബോ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ചോറും കുറച്ച് തൈരും ഈ ഒരു ക്രാബ് കറിയും മാത്രം. ആൻഡ് ഈ ക്രാബ് റെസിപ്പിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് ഇത് ഞാൻ വേറെ ഒരിടത്തും കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് വന്നിട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് പറയാം. ട്രിവാൻഡ്രത്തിൻ്റെ റെസിപ്പിയിൽ തന്നെ ദിസ് ഈസ് ലൈക്ക് മൈ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി. ഐ തോട്ട് ഇറ്റ്സ് മൈ മദേഴ്സ് റെസിപ്പി ആക്ച്വലി, ബട്ട് ടുഡേ ഷി വാസ് ടെല്ലിങ് മീ ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ദിസ് ഈസ് ഹർ റെസിപ്പി. ആൻഡ് ലെറ്റ് മീ ടെൽ യു, മൈ ഗ്രാൻഡ് മദർ ഇസ് ലൈക്ക് എ കുക്കിംഗ് വിസാർഡ്. ഷീ ഗോട്ട് റിയലി ഓൾഡ്, I mean now, by the time we got into this kind of food stuff and all. But the thing is, like, I have had a lot of her recipes in the past. I still remember it. I still remember the taste of the achar that she used to make, the mango pickle, the aviyal and all. I didn't get much time in my childhood to stay with her and all those things, but the little time that I spent with her, the things that she was cooking normally at home, right, it was so special. And last day I was telling my brother also, like, she used to make this, do you remember that and all. He used to get a lot of time with her. I think he was like her first grandson, and I'm like, I don't know what number I am, I lost count. But okay, അപ്പോൾ നമുക്ക് നമ്മുടെ ക്രാബ് ഈറ്റിങ്ങിലേക്ക് കിടക്കാം. കുറേ നേരമായി അവിടെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. തൈരും. ഇത് വിരുദ്ധാഹാരമാണോ എന്താഹാരമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഐ ലീവ് ഫോർ കോംബോസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇത് അടിപൊളി സൂപ്പർ കോംബോ ആണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വാദം വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിക്കുക. ലെറ്റ്സ് ഈറ്റ് ഇറ്റ്. സൂപ്പർ യമ്മി ക്രാബാണ്. ഇവിടെ ഈ കാല് കണ്ടോ, ഈ കാലിൻ്റെ അകത്താണ് എൻ്റെ മസിൽസ് ഉള്ളത്. ചിലർക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയത് കാരണം കഴിക്കില്ല. ഫോർ എക്സാമ്പിൾ മൈ ഹസ്ബൻഡ്, പക്ഷേ പുള്ളിക്കാരൻ എനിക്ക് എപ്പോഴും മേടിച്ചുകൊണ്ട് തരുട്ടോ. വിച്ച് ഇസ് അനദർ ഗുഡ് മെമ്മറി ഓഫ് ഹിസ്, നോട്ട് മെമ്മറി, സ്റ്റിൽ അലൈവ്, ഇറ്റ്സ് നോട്ട് മെമ്മറി, സോറി. Whenever he see crab in the market, he used to get it for me. He won't eat a drop of it. ഒരു ചാറ് പോലും കഴിക്കില്ല, but still he'll buy it for me. I'm like very touched and very moved by that action. So ഇത് നമ്മൾ എങ്ങനെയാണ് കഴിക്കാന്ന് വെച്ചാൽ, ഇത് വെച്ചാൽ then we spit out the waste, okay? That's how we eat crab. ഇതിലെ എല്ലാവരുടെയും എൻ്റെ ഫേവറേറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് കൂടുതൽ മീറ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഐ വിൽ നോട്ട് ഈറ്റ് ആൻഡ് ലൈക്ക് ബൈറ്റ് ഇറ്റ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഐ സ്പ്ലിറ്റ് ഇറ്റ് വിത്ത് മൈ ഹാൻഡ് ആൻഡ് ടേക്ക് ഔട്ട് ദാറ്റ് പർട്ടിക്കുലർ പീസ് ഓഫ് മീറ്റ്. ഇങ്ങനെയാണ് ഞാൻ ഈ പോർഷൻ കഴിക്കുന്നത്. അത് നമ്മൾ ബൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. അതുകൊണ്ട് അതൊന്നും ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ദേ കാൻറ്റ് ഈറ്റ് ഇറ്റ്, അപ്പോൾ അത് വേണ്ടെന്ന് വെക്കാറ്. ഐ ഹോപ്പ് ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ യു. ഇറ്റ്സ് ലൈക്ക് എ സ്കിൽ, യു നോ, ഈറ്റിംഗ് ക്രാബ്. ഇത് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ പോകാൻ നോക്കണം. അങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിത്ത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് യു ഗെയിൻ ദാറ്റ് സ്കിൽ. യു നോ വാട്ട്, ഈ ക്രാബ് കഴിച്ചിട്ടുള്ളത് കാരണം, ഇതാണ് ഞാൻ ഫസ്റ്റ് കഴിക്കുന്ന റെസിപ്പി ക്രാബിൻ്റെ. കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ കഴിക്കുന്നതാണ്. ഇത് കഴിച്ചത് കാരണം എനിക്ക് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ഒരു ക്രാബ് കറിയോ റോസ്റ്റോ ഒന്നും ഇഷ്ടമാകാറില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ലൈക്ക് ആലപ്പുഴയിലെ നമ്മുടെ ഷാപ്പിലെ ഞണ്ട് കറിയില്ലേ, അതും കഴിച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് ലൈക്ക് വേറെ ലെവൽ റെസിപ്പി ആൻഡ് ഐ ലവ് ഇറ്റ്. ഇറ്റ്സ് സൂപ്പർ സിമ്പിൾ. നിങ്ങൾ കണ്ടായിരിക്കണം, ഭയങ്കര ഈസിയാണ്. സോ ഐ ലവ് ഇറ്റ്, ലവ് ഇറ്റ്, ലവ് ഇറ്റ്, ലവ് ഇറ്റ്, ലവ് ഇറ്റ്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അങ്ങനെ ഷെയർ ചെയ്താണ്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊക്കെ ചെയ്താൽ എനിക്ക് കൊള്ളാം. But I will not ask you to do that. If you like the video, just smash that like button so that I will know that you liked it. അതുപോലെ തന്നെ എന്നോട് കമൻറ്റിൽ പറയാം, ലൈക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ക്രാബ് റെസിപ്പി ഏത് ടൈപ്പ് ആണെന്ന് പറയണം കേട്ടോ. ലൈക്ക് ദ ബ്ലാക്ക് ക്രാബ് റോസ്റ്റ് ആണോ, ലൈക്ക് ദിസ് കോക്കനട്ട് കറിയാണോ, കേരള റെസിപ്പിയാണോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാം. അത്